ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിപ്പം മാമ്പഴക്കാലമൊക്കെയാണ്. മാങ്ങ കൊണ്ട് ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടാക്കാം. ഞാനിന്നൊരു പരീക്ഷണം നടത്തി നോക്കിയാണ്. വൻ വിജയമായിരുന്നു. അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത മാമ്പഴമാണ്, നല്ല ദശ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ലതുപോലെ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൽ ഒട്ടും തരി ഉണ്ടാവരുത്. തരി ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ ക്വാണ്ടിറ്റി ആണല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള ചേരുവ ചേർക്കുക. ഇവിടെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇപ്പം ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുക്കുകയാണ്. നമ്മളൊരു 5 പേരൊക്കെ ഉള്ളൊരു വീട്ടിലേക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. 1/2 കിലോ പൊടിയോളം എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് എടുക്കുമായതുകൊണ്ട് എല്ലാവർക്കും ടേസ്റ്റൊക്കെ അറിയത്തില്ലല്ലോ. അപ്പോൾ അത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മുടെ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് പൾപ്പ് നമ്മൾ ഗോതമ്പ് മാവിലേക്ക് ഇടുകയാണ്. ഇപ്പം ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് വേണ്ടുന്ന അത്രയേ ഉള്ളൂ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലോട്ട് ഇടുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കുക. ഒരുപാട് കൂടുതലായാൽ പിന്നെ കുഴപ്പമില്ല. ചില പൊടിയുടെ കൂടുതൽ ചേർത്താൽ മാത്രം മതി. അപ്പോൾ അളവിൽ കൂടുതലാവുമെന്നുള്ളതേ ഉള്ളൂ, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു മണമാണ് മാവ് കുഴയ്ക്കുമ്പം തന്നെ. അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല വൃത്തിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് മാവ് കുഴച്ചാലും കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് മയമിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കണ്ടില്ലേ, നല്ല പരുവത്തിന് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കറക്റ്റ് ആണെങ്കിൽ വെള്ളം വേണ്ടി വരത്തില്ല. അതല്ല കുറവാണെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം ചേർക്കാതെ സ്വല്പം ഒന്നിച്ചൊഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂകമേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറേശ്ശെ ചേർത്ത് വേണം പൊടിയെടുക്കാൻ. അതിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മയമാക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് കറി എന്താണെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വറുത്തരച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതെല്ലാം ഒന്ന് ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പതുക്കെ പരത്തിയെടുക്കാം. പരത്തുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് പൊടി ചേറി തന്നെ പരത്തുക, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. മാവെല്ലാം നല്ല മയമായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒട്ടത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇച്ചിരി മാവ് തൊട്ട് ചെയ്താൽ മതി. നല്ല പരുവത്തിന് മുറിയാതെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം, എന്നിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ ചപ്പാത്തി എല്ലാം നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് പരത്തിയിട്ടാണ് ചുടാനൊരുങ്ങുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ചുടാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടുന്നത്. അപ്പം ബാക്കിയെല്ലാം ചുട്ടെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലപോലെ പൊള്ളി വരുന്നുണ്ട്. ഞാനിവിടെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി 2 കല്ലേലങ്ങ് ചുടുവാണ്. എളുപ്പമാവുമല്ലോ. ഒന്നായി വരുമ്പോഴത്തേന് അടുത്തതായിക്കോളും. അപ്പം നമുക്ക് സമയം ലാഭിക്കാം. എല്ലാവർക്കും സമയത്തിനാണല്ലോ വില.
പെട്ടെന്ന് 2 ചപ്പാത്തി വീതം അങ്ങ് റെഡിയാവും. അപ്പോൾ നമ്മൾ 2 കല്ലിലൂടെ വെച്ച് ചുട്ടെടുത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പരുവമായി. ചിക്കന് റെഡിയായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, പൊള്ളി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചപ്പാത്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇത് ചിക്കനും കൂട്ടി, വറുത്തരച്ച ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.